ഹായ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് കരുതുന്നു. സുഖം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അസുഖമൊന്നുമില്ലാതെ സേഫായിരിക്കണമെന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് മാറണതേ ഉള്ളൂ. എനിവേ, കെമിസ്ട്രി ആണ് ഞാൻ എടുക്കൽ ഈ പ്രാവശ്യം. കെമിസ്ട്രീനെ ഏകദേശം 16 ചാപ്റ്ററാണ് പ്ലസ് ടുവിന് നിങ്ങൾക്കുള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ അത് സോളിഡാണ്, ആൾ സോളിഡാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ആണ്, ഹെൽത്തി ആണൊക്കെയാണ്. അപ്പോൾ എത്രമാത്രം ഇത് എല്ലാ സോളിഡും അതുപോലെ തന്നെയാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി തന്നെയാണോ? അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് സോളിഡിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോളിഡ്, അതിൻ്റെ കണ്ടക്റ്റിംഗ് നേച്ചർ, പിന്നെ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് കാർബൺ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ലൈക്ക് കാർബൺ നാനോ ട്യൂബ്സ് എന്നൊക്കെ പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും ലൈക്ക് കാർബൺ ഫൈബേഴ്സ് അത് വളരെ സ്ട്രോങ് ആയിരിക്കും. ചിലതൊക്കെ സ്റ്റീലിനെക്കാട്ടിയും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ വെയിറ്റ് പറയുകയാണെങ്കിൽ സ്ട്രോങ് ആവുക എന്നുള്ള കാര്യം മാത്രമല്ല, വെയിറ്റ് കുറവായിരിക്കും പല ഫൈബേഴ്സിന്. പിന്നെ ചിലതൊക്കെ ഈവൻ പല മെറ്റൽസിനെക്കാട്ടി നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ന്യൂ മെറ്റീരിയൽസിനെ ഡെവലപ്പ് ചെയ്യാൻ സോളിഡ്സിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നത് നമ്മൾക്ക് അത് സഹായകരമാണ്. അതുപോലെ നമ്മൾ പറയും, ഇപ്പോൾ ചില മെറ്റീരിയൽസ് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ചില പ്ലാസ്റ്റിക്സ്, അപ്പോൾ അത് എന്നൊക്കെ പറയുമ്പോൾ അതും വീണ്ടും എഗെയിൻ അതൊരു സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഈ പ്ലാസ്റ്റിക്സ് മറ്റൊക്കെ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ പുതിയ മെറ്റീരിയലുകളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്കും അതേപോലെ തന്നെ സയൻസിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കും അതേപോലെ തന്നെ പുതിയ ഹയർ ഓർഡർ തിങ്കിങ്ങിനൊക്കെ സഹായകരമായിട്ട് മാറും. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ് ഇത് നമ്മളുടെ ചുറ്റുമുള്ളത് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് അതിലെ ബോണ്ടിങ്, അതേപോലെ അറേഞ്ച്മെൻറ്റ്സ്, അതിന് ഏതൊക്കെ സ്വഭാവങ്ങളുണ്ട്. ഓക്കെ, സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടക്റ്റിങ്. ചില സംഗതികൾ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയും. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് ഇല്ലാതെ അത് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്ടർ ഉണ്ടാക്കാം. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു 230 കെൽവിനിലോ അല്ലെങ്കിൽ ഒരു 250 270 കെൽവിൻ, അതൊക്കെയാണ് ഹൈ ടെമ്പറേച്ചർ എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 370 അത്ര ഒരു ഹൈ ടെമ്പറേച്ചർ അല്ല. അങ്ങനെ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്, അതുപോലെ മാഗ്നറ്റിക് പവറുള്ള മെറ്റീരിയൽസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ നമുക്കത് കൂടുതൽ ഇത്തരം പുതിയ മെറ്റീരിയൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഏരിയയാണ് എന്താണത് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള മാസ്, അതേപോലെ വോളിയം, ഷേപ്പും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയാം. നമ്മുടെ നോട്ട് ചെയ്യുന്നുണ്ട്. They have definite mass, volume and shape. പിന്നെ വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതിന് നമ്മൾ ഇൻ്റർ മോളിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയും. അത് വളരെ കുറവാണ്, അല്ലെങ്കിൽ സോളിഡ്സ് വളരെ അടുത്തായിരിക്കും നിൽക്കുക. നമുക്ക് പറയാൻ പറ്റും ഇൻ്റർ മോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അത് സ്ട്രോങ് ആയിരിക്കും. അതായത്
അതിന് നമ്മൾ പറയും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ സ്ട്രോങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, അയോൺസ്. ഇതൊക്കെ സോളിഡിൽ ഉണ്ടാവണ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സാധനങ്ങളാണ്. ചില സോളിഡ് അത് ഡിഫറെൻ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കാം മെറ്റൽസൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ചിലത് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിരിക്കും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലതിൽ അയോൺസ് ആയിരിക്കും, സോഡിയം ക്ലോറൈഡൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ കേസിലൊക്കെ അതിനൊരു ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ട്. എന്നിട്ട് അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു മെയിൻ പൊസിഷനിലാണ് എന്ത് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക. അപ്പോൾ കൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സ്ഡ് പൊസിഷൻ എന്തുണ്ടായിരിക്കും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിന് ഉണ്ടായിരിക്കും. പിന്നെ സോളിഡിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ലാസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഓർത്തിക്കേണ്ടത് അത് ഇൻകംപ്രസിബിളാണ്. അതായത് വീണ്ടും അതിനെ ഞെക്കിയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗ്യാസൊക്കെ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ അതിനെ നമുക്ക് കംപ്രസ് ചെയ്യാം ഗ്യാസിന്. പക്ഷെ നേരെ മറിച്ച് സോളിഡിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി ഇപ്പം ഇതിനെ ഒരു പരിധിയിലപ്പുറം ഞെക്കിയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എന്ന് പറയാനില്ല, ഒരു ബലൂണിലോ അല്ലെങ്കിൽ മറ്റുള്ള കുറച്ചും കൂടിയും ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലുള്ള എയർ ആണ് വിചാരിക്കുക. അപ്പോൾ അതിന് ഞെക്കി കഴിഞ്ഞാൽ അത് പലപ്പോഴും അതിന് പ്രഷർ കൂടെ അത് കംപ്രസ് ആവും. ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ സോളിഡിനെക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പത്തിൽ എന്തിനെ കംപ്രസ് ചെയ്യാൻ പറ്റും, ലിക്വിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോളിഡിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് ആർ ഇൻകംപ്രസിബിൾ. compressible and rigid എന്ന് പറയാം. സോളിഡ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞിട്ടും. ഈ ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഡിഫറൻസ് പറയണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ രീതിയിലായിരിക്കും പ്രോപ്പർട്ടീസൊക്കെ. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ രീതിയിലായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നതോടെ തന്നെ പൊതുവെ അതിൻ്റെ ഒരു സ്വഭാവ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ധാരണ വരും. ഓക്കെ, ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഷേപ്പാണ്. ഇതിന് റെഗുലർ ഷേപ്പായിരിക്കും. ഇനി ഇതിനാണെങ്കിൽ ഇറഗുലർ ഷേപ്പായിരിക്കും. വേറൊരു പ്രോപ്പർട്ടിയാണ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റ് അറ്റ് എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ. ഇത് soften over a range of temperature. എന്ന് പറയാനായിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റിൽ ഇത് മെൽറ്റ് ആവും. മെൽറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന മെൽറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ അമോർഫസ് സോളിഡിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും അത് മെൽറ്റ് ആവില്ല ചെയ്യുക, അതിന് ആ ഷേപ്പ് ഇങ്ങനെ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അത് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാവും. അതെ മെൽറ്റ് ആവുക, ഈവൻ മെൽറ്റ് ആവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മെല്ലെ മെല്ലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിന്നെ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് ഒരു റേഞ്ചിലായിരിക്കും. ഒരു പ്രത്യേക ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിൽ ആവണമെന്നില്ല ഇതെന്താവണത് മെൽറ്റ് ആവുന്നത് പലപ്പോഴും. ക്ലീവേജ് പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ്. അതിൽ നമുക്ക് പറയാൻ പറ്റും
ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ ഒരു ഷാർപ്പ് എഡ്ജുള്ള എന്തെങ്കിലും ഉപകരണമായിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കും, അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും പുതുതായിട്ടുണ്ടാവുക. നേരെ മറിച്ച് ഈ അമോർഫസ് സോളിഡിൻ്റെ കേസിൽ അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വെൻ കട്ട് വിത്ത് ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ they split into 2 pieces having plain and smooth surfaces. ഇതിൻ്റെ കേസിൽ പറയാൻ പറ്റും വെൻ കട്ട് വിത്ത് ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ they split into 2 pieces having irregular surface. ഏതിൻ്റെ കേസിലാണ് ഇറഗുലർ സർഫസ് ഉണ്ടാവുക? അമോർഫസ് സോളിഡിൻ്റെ കേസിൽ. 4ാമത്തെ പ്രോപ്പർട്ടി ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ക്രിസ്റ്റലൈനാണെങ്കിൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിനാണെങ്കിൽ ഡസൻറ്റ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഇതിന് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഡസ് നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇതിനുണ്ടായിരിക്കും, ക്രിസ്റ്റലൈൻ അമോർഫസിന് ഉണ്ടായിരിക്കില്ല. പിന്നെ 5ാമത് നമുക്ക് പറയാൻ പറ്റും അനൈസോട്രോപ്പി. ഞാനിതാ ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അനൈസോട്രോപ്പിയിൽ ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് അനൈസോട്രോപ്പിക്കാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അതെന്താ അനൈസോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതേപോലെ തന്നെ ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ചില പ്രോപ്പർട്ടീസൊക്കെ ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്. അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലായാലും അതിൻ്റെ ഈ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസിന് കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടായിരിക്കില്ല. അതായത് എസ്പെഷ്യലി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സൊക്കെ പോലുള്ള പ്രോപ്പർട്ടീസിൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടായിരിക്കില്ല ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ ഈ അനൈസോട്രോപ്പി ഏതിനുണ്ടായിരിക്കും എന്നാണ് പറയണത്? ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ അത് അനൈസോട്രോപ്പിക് ആയിരിക്കും. അനൈസോട്രോപ്പിക്കാണ്. പക്ഷെ നേരെ മറിച്ച് അമോർഫസ് സോളിഡ് ആണെങ്കിൽ നമ്മൾ പറയും അത് എന്താണ്? ഐസോട്രോപ്പിക്കാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നേച്ചർ എന്താണ്? നേച്ചർ അതെന്താ സാധനം? അതായത് ഇതെങ്ങനെയാണ് ഈ സോളിഡ് എന്നുള്ളത്?
ഇതിനെപ്പറ്റി ക്രിസ്റ്റലൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റും ട്രൂ സോളിഡാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. പക്ഷേ ഈ അമോർഫസ് ആണത്, അതിന് നമ്മൾ പറയും അതൊരു ശരിക്കുള്ള സോളിഡല്ല, സ്യൂഡോ സോളിഡാണെന്ന് പറയാൻ പറ്റും. അത് ഡ്യൂപ്ലിക്കേറ്റ് സോളിഡാണ് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയും. ഇതെന്തായിരിക്കും? ട്രൂ സോളിഡായിരിക്കും. ഇതോ EU സ്യൂഡോ സോളിഡ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയാം. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയിരിക്കും. ഏത്? അമോർഫസ് സോളിഡാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസിൽ നമ്മൾ പറയുന്ന ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഓർഡർ ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. ഓർഡർ ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെത് ലോങ് റേഞ്ച് ഓർഡറാണ്. ഓർഡർ അമോർഫസിൻ്റെ ആണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ ഒരേപോലത്തെ സാധനങ്ങൾ ഇങ്ങനെ അടക്കി വെച്ച പോലെ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് അമോർഫസ് സോളിഡിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ആ ഒരുപോലത്തെ ഷേപ്പ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. പറയണത് ഇതാണ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് ഇപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കാം, ഈ ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഷേപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെയാണ് വിചാരിക്കാം. പക്ഷെ നേരെ മറിച്ച് അമോർഫസ് ആണെങ്കിൽ ഒരു ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഷേപ്പ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പ് എന്നല്ല, അതായത് ഇതിൻ്റെ ഓർഡർ, ഇതിങ്ങനെ അറേഞ്ച്മെൻറ്റ് ഒന്ന് വേറെ ഒന്നിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും അടുത്തതും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഏതിൻ്റെ കേസിൽ? അമോർഫസിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഓർഡർ ഷോർട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് അളവിൽ മാത്രമേ ഒരേപോലത്തെ ഷേപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് പോണതിനനുസരിച്ച് പിന്നെ മുന്നോട്ട് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പിൽ എന്തുണ്ടായിരിക്കും? കാര്യമായിട്ട് മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ എന്താണ് ശരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയും. സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് എങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തന്നെ ക്രിസ്റ്റലൈൻസ് അതേപോലെ തന്നെ അമോർഫസ് എന്നിട്ട് ക്ലാസിഫൈ ചെയ്ത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ് തന്നെ പല ടൈപ്പ് ഉണ്ടാവാം. അപ്പോൾ അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അതിൽ തന്നെ അതിൻ്റെ ഇത്തരം പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഒന്ന് ടൈപ്പ് ഓഫ് സോളിഡ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ ബോണ്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാ വെച്ചാൽ അത്, പിന്നെ അതിന് എക്സാമ്പിൾ, അതുപോലെ ഫിസിക്കൽ നേച്ചർ, ഫിസിക്കലി അതെങ്ങനെ ഹാർഡാണോ സോഫ്റ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതോടൊപ്പം തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾക്ക് എന്തിനെ പറ്റി ചർച്ച ചെയ്യാനുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് മോളിക്കുലാർ സോളിഡ്സ്. മോളിക്കുലാർ സോളിഡ്സ്. ഇനി അതന്നെ വേണമെങ്കിൽ ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഏന്നുണ്ട് നോൺ പോളാർ, വേറൊരു കാറ്റഗറി ബി, അത് പോളാർ. സി ആണത് ഹൈഡ്രജൻ ബോണ്ടഡ്. ഈ രീതിയിൽ എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഞാൻ മോളിക്കുലാർ സോളിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ നോൺ പോളാറിലാണെങ്കിലും അല്ലെങ്കിൽ പോളാറിലാണെങ്കിലും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡിലൊക്കെ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണത് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്? അതായത് അത് എന്തായിട്ടാണ് ബേസിക്കായിട്ട് ഉണ്ടാക്കിയുള്ളത്, അത്രേ ഉള്ളൂ.
ഇനി ബോണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിലും നോൺ പോളാറിലാണെങ്കിൽ ആദ്യത്തിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ബോണ്ടിങ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സാണ്. കാരണം ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സീവ് ഫോഴ്സാണ്. ഏതിലെ ബോണ്ടിങ്ങാണത്? നോൺ പോളാറിലെ ബോണ്ടിങ് ആണ്. പോളാറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പോളാറിൻ്റെ കേസിൽ ഉള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഏതാണ്? ഡൈപോൾ ഇൻട്രാക്ഷൻ. ബോണ്ടിങ് ഇൻട്രാക്ഷൻ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണെന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ടഡ് ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും അതിലെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ അതിലെ ബോണ്ടിങ് ഇൻട്രാക്ഷൻ. ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം. ഇനി എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും നോൺ പോളാറായിട്ടുള്ള മോളിക്കുലാർ സോൾട്ട് ആണെങ്കിൽ അതിന് എക്സാമ്പിളാണ് ആർഗൺ, അതേപോലെ CCl4 ഇങ്ങനത്തെ നോൺ പോളാറായിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ CO2 ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പോളാറിന് എക്സാമ്പിളാണ് HCl, SO2. ഇതൊക്കെ എന്താണ്? പോളാർ ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡ് എന്ന് പറയുക. ഹൈഡ്രജൻ ബോണ്ടഡിന് എക്സാമ്പിളാണ് നമ്മൾ എല്ലാവർക്കും അറിയണ H2O. ഓക്കെ, ഇനി ഫിസിക്കൽ നേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഇതും സോഫ്റ്റ് ആയിരിക്കും, ഇത് ഹാർഡായിരിക്കും. ഐസ് ഒക്കെ നമ്മൾക്കറിയാം, ഐസ് ഹാർഡാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്ററാണ്, കണ്ടക്ടറല്ല, ഇൻസുലേറ്ററാണ്. അതുപോലെ തന്നെ ഇതും ഇൻസുലേറ്റർ തന്നെയാണ്. വാട്ടറും തന്നെ ഇൻസുലേറ്ററാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വാട്ടറല്ല, ഐസ് ഇൻസുലേറ്ററാണ്. ഐസ് അതുപോലെ സോളിഡ് എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ തന്നെ സോളിഡ് ഫോമുള്ള ഐസാണ്. ഇനി മെൽറ്റിംഗ് പോയിൻ്റ് വെരി ലോ ആണ് ആദ്യത്തിൻ്റെ. ഏതിൻ്റെ? നോൺ പോളാറിൻ്റെ വെരി ലോ. ഇതിൻ്റെ ലോ ആണ്, ഇതിൻ്റെ അതുപോലെ തന്നെ എന്താണ്? ലോ ആണ്. ഇവിടെയൊക്കെ കൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഈ 3 കാറ്റഗറിയിൽ എന്തിനാണ്? മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾസ് തന്നെയാണ്. ഇവിടെ ജസ്റ്റ് ഞാൻ അങ്ങനെ ഇതിനെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വരട്ടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ വരക്ക് ഇങ്ങനെ ഈ വരച്ചിട്ടുള്ളതിന് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഓക്കെ, അടുത്ത കാറ്റഗറി ഒരു പ്രധാനപ്പെട്ട ഒന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾക്ക് പറയാൻ പറ്റും അയോണിക് സോളിഡ്സ്. അപ്പോൾ ഇതിലെ കൺസ്റ്റിറ്റ്യൂയൻറ്റ് പാർട്ടിക്കിൾസ് എന്തായിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അയോൺസ് ആയിട്ടാണ്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് പറയാം. ഇത് അയോൺസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ചാർജുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള സ്പീഷീസാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അട്രാക്ഷൻ ആണ് എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കുളംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. രണ്ടും ഒരേ കാര്യം തന്നെ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള. ഇലക്ട്രോസ്റ്റാറ്റിക്കിന് മാത്രം ഞാൻ എഴുതണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എക്സാമ്പിൾ നമുക്ക് പറയാം NaCl, അതുപോലെ KCl, ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരും. ഫിസിക്കൽ നേച്ചർ ഹാർഡാണ് സംഗതി. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അയണിക് സോളിഡിൻ്റെ പ്രത്യേകത അത് ഇൻസുലേറ്റർ ആയിരിക്കും. എവിടെ? സോളിഡ് സ്റ്റേറ്റിൽ. പക്ഷേ മോൾട്ടൺ അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിൽ അത് ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഇൻസുലേറ്റർ ഇൻ സോളിഡ്, കണ്ടക്ടർ ഇൻ അക്വസ് ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിനെ ഉരുക്കിയിട്ടുള്ള അവസ്ഥക്കാണ് നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് അയണിക് സോളിഡിൻ്റെ പ്രത്യേകത. ഇനി മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കും. മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അടുത്ത ഒരു ടൈപ്പ് സോളിഡാണ്
മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡിൻ്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ അയോണെ സറൗണ്ട് ചെയ്തിട്ട് സി ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതെന്താ സി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ വാലൻസ് ഇലക്ട്രോൺ ഒരുപാട്, അതോടൊപ്പം തന്നെ വാലൻസ് ഇലക്ട്രോൺ ഒഴികെയുള്ള ആറ്റത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ഒരു ഇലക്ട്രോണ് ഒരു ആറ്റത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഒരു അയോണായിട്ട് മാറും. മെറ്റൽസിനെ പറ്റി പലപ്പോഴും നമ്മൾ പറയും, മെറ്റൽസിനെ അതിൻ്റെ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡലാണ് ഇലക്ട്രോൺ സി മോഡൽ എന്ന് പറയും. ഇലക്ട്രോൺ സി മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റലിൻ്റെ കേസിൽ ഇലക്ട്രോണ്, വാലൻസ് ഇലക്ട്രോണ് വേറെ ഒരു സൈഡിലും, അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി വാലൻസ് ഇലക്ട്രോൺ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗം അത് വേറെ സ്ഥലത്തുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റാലിക് സോളിഡിൽ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഒന്ന് പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ സി ഓഫ് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ സി ഓഫ് ഇലക്ട്രോൺ. ഇതായിരിക്കും ഇതിലെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. ഇനി ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ് സംശയമില്ല കാര്യത്തിൽ. പിന്നെ ഫിസിക്കൽ എക്സാമ്പിൾ ഏത് പറയാം? അയൺ എന്തായാലും പറയണം. നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ മെറ്റൽ അയൺ ആയിരിക്കും. പിന്നെ കോപ്പർ, നിക്കൽ, എന്ത് വേണമെങ്കിൽ പറയാം. ഒരുപാട് എക്സാമ്പിൾ മെറ്റൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ നേച്ചർ ഹാർഡാണ്, പക്ഷേ നമ്മൾക്ക് അതിനെ മാലിയബിളും അതേപോലെ തന്നെ ഡക്റ്റൈലും ഒക്കെ ആക്കാം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വയറ്, അതേപോലെ ഷീറ്റ്, മെറ്റലിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടാക്കണം. അതാണ് ഈ മാലിയബിലിറ്റി അതേപോലെ തന്നെ ഡക്റ്റിലിറ്റി ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഫിസിക്കൽ നേച്ചർ ഹാർഡാണ്, പക്ഷേ ഒപ്പം തന്നെ ഓർക്കുക ഇതെന്താ മാലിയബിളും ഡക്റ്റൈലും ഒക്കെയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഗുഡ് കണ്ടക്ടർ. ഇലക്ട്രിസിറ്റി കണ്ടക്റ്റീവ് മെറ്റൽ കണ്ടക്ടറാണ്. പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് വെരി ഹൈ അല്ലെങ്കിൽ ഹൈ ആയിരിക്കും. വെരി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. മെർക്കുറിയൊക്കെ പോലെയുള്ളതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ചില മെറ്റൽസ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസും ഉണ്ട്, പക്ഷേ പൊതുവെ മെൽറ്റിംഗ് പോയിൻ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും മെറ്റൽസിൻ്റെ കേസിൽ. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് കോവാലൻ്റ് സോളിഡ്സ്. അതിൻ്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. പിന്നെ ബോണ്ടിങ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ് ബോണ്ടാണ് ഇതിലെ എന്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണത്. എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നുണ്ട് കാർബൺ, അത് ഡയമണ്ട്, അതുപോലെ സിലിക്കൺ കാർബൈഡ്, പിന്നെ SiO2, സിലിക്ക, ഇതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ വേറെ എക്സാമ്പിളാണ് കാർബൺ തന്നെ ഗ്രാഫൈറ്റ്. ഓക്കെ, ഇതിനെ നമുക്ക് പറഞ്ഞിട്ട് ഡയമണ്ട് ഇതൊക്കെ ഹാർഡാണ്. ഇനി ഗ്രാഫൈറ്റ് ആണെങ്കിൽ അത് സോഫ്റ്റാണ്. ഗ്രാഫൈറ്റ് ഈ ആളുകളൊക്കെ ഹാർഡാണ്. ഈ മേലെ എഴുതിയുള്ള കോവാലൻ്റ് സോളിഡ്, ഗ്രാഫൈറ്റ് ഒരു എക്സെപ്ഷനാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്ററാണ്. എന്ത് ഡയമണ്ട് ആയാലും സിലിക്കൺ കാർബൈഡ് ആയാലും അതേപോലെ തന്നെ SiO2 ആയാലും ഒക്കെ ഇൻസുലേറ്ററാണ്. പക്ഷേ ഗ്രാഫൈറ്റ് കോവാലൻ്റ് സോളിഡ് ആണെങ്കിലും എന്താണ്? കണ്ടക്ടറാണ്. ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തി, മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തി. മെൽറ്റിംഗ് പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. യെസ്, ഇത്തരം കാര്യങ്ങളാണ് ഏതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിലും
ഓർത്ത് വെക്കേണ്ടതായിട്ട് ഉള്ളത്. ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് നമുക്ക് ഡിസ്കസ്. അപ്പോൾ അതിൻ്റെ മുന്നേ ലാറ്റിസ് എന്താണെന്നുള്ളത് നോക്കാം. ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലാറ്റിസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇത് വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു ലാറ്റിസ് എന്ന് പറയാം. ഇനി വേറൊരു ടൈപ്പ് ലാറ്റിസാണ് ഇതൊരു ടൈപ്പ്, ഇത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ലാറ്റിസാണ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ കേസിൽ അത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ലാറ്റിസ് പോയിന്റുകൾ 3 ഡയമെൻഷനലായിട്ട് അറേഞ്ച് ചെയ്യണതിന് നമ്മൾ എന്താ പറയുക, അതിനെ ക്രിസ്റ്റലൈൻ ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ്. അതായത് ഈച്ച് പോയിന്റ് in a lattice is called lattice points. ലാറ്റിസിലുള്ള ഓരോ പോയിന്റിന് നമ്മളെന്ത് പറയും, ലാറ്റിസ് പോയിന്റ്. അത്രേ ഉള്ളൂ. സെക്കൻഡ്, ലാറ്റിസ് പോയിന്റുകൾ സ്ട്രെയിറ്റ് ലൈൻ വഴി കണക്ട് ചെയ്തിട്ട് ഈ ക്രിസ്റ്റലിന് ഒരു ജോമെട്രി ഉണ്ടാവും. അതിനൊരു ഷേപ്പ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിസ് പോയിന്റുകൾ ഇങ്ങനെ ഒരു ഇപ്പോൾ 2-3 പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ലാറ്റിസ് പോയിന്റ്സ് ആർ കണക്റ്റഡ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ to form geometry of the crystal lattice. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ജോമെട്രി. ഇനി ലാറ്റിസ് പോയിൻ്റ് എന്താണ് സാധനം? ജസ്റ്റ് ഒരു പുള്ളിയാണോ? അല്ല. ലാറ്റിസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ്റം ആവാം, അല്ലെങ്കിൽ അയോൺ ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. ലാറ്റിസ് പോയിന്റ്സ് മേ ബി ആറ്റംസ്, ions or molecules. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടൊരു ലാറ്റിസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ലാറ്റിസ് അല്ല, ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, സോറി, ലാറ്റിസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുള്ളത്. ഒരു ടൈപ്പ് ലാറ്റിസ്, ഇത് വേറെ ടൈപ്പ് ലാറ്റിസ്. ഓക്കെ, ഞാനൊരു ലാറ്റിസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്യൂബിക്കലായിട്ടുള്ള ലാറ്റിസാണ്. എപ്പോഴും ഇത് ക്യൂബൻ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നമ്മൾ ലാറ്റിസ് പോയിന്റുകൾ എന്ന് പറയും. ഈ പോയിന്റുകൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വഴി കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിന് എന്ത് കിട്ടുന്നത്, ഷേപ്പ് കിട്ടുന്നത്. ഇനി ഈ പോയിന്റ് എന്തായിരിക്കാം, ചിലപ്പോൾ ആറ്റങ്ങളാവാം, ആറ്റങ്ങളെങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കാം ഉണ്ടാവാം ഈ പോയിന്റ്. എപ്പോഴും ആറ്റം ആവണമെന്നില്ല, ചിലപ്പോൾ അയോൺസ് ആവാം, ചില കേസുകളിൽ ഈവൺ മോളിക്യൂൾസും ആവാം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലാറ്റിസുകൾ അല്ലെങ്കിൽ ഈ 3 ഡയമെൻഷനലായിട്ടുള്ള ക്രിസ്റ്റലൈൻ ലാറ്റിസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ഭാഗം എടുക്കുക. ആ ചെറിയ ഭാഗം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ലാറ്റിസ്, വലിയ ക്രിസ്റ്റലൈൻ ലാറ്റിസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അങ്ങനെ അതിലത്തെ ഏറ്റവും ചെറിയ ഒരു പോർഷനെ നമ്മൾ പറയും യൂണിറ്റ് സെൽ എന്ന് പറയും.